അവക്കൊരു സത്യം അറിയായിരുന്നു. ആ വേലക്കാരിയായ പെങ്കൊച്ചിനൊരു യാഥാർത്ഥ്യം അറിയായിരുന്നു. സൗഖ്യമാക്കുന്ന യഹോവയുണ്ടെന്ന്. ദൈവത്തിന്റെ അഭിഷിക്തന്മാർ പ്രാർത്ഥിച്ചാൽ ഡെലിവറൻസ് നടക്കുമെന്ന്. അത് വലിയ മേഡമല്ലേ, എനിക്ക് സാലറി തരുന്ന ആളല്ലേ, ഞാൻ അവരുടെ വിസയിലല്ലേ നിൽക്കുന്നേ. ആരും മിണ്ടുന്നില്ലല്ലോ എന്നൊന്നും അവൾ ചിന്തിക്കുന്നില്ല. ആ കത്തിയ വെളിച്ചം അവൾ വെളിപ്പെടുത്തുക, ആ സത്യം മുഖം നോക്കാതെ വിളിച്ചു പറയുക. ഇനി നിങ്ങൾക്കൊരു സത്യം അറിയാവോ? സിറിയ എന്ന രാജ്യത്തിൽ നയമാൻ പ്രഖ്യാപിച്ചു. നമ്മളാരും പ്രഖ്യാപിക്കുന്നവരല്ലത്. സിറിയ എന്ന രാജ്യത്തിൽ നയമാൻ പ്രഖ്യാപിച്ചു, ജീവനുള്ളൊരു ദൈവം ഉണ്ടെങ്കിൽ അത് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണെന്ന്. ഇനി ഇവിടെ ഇരിക്കുന്ന, ജർമ്മനിയിൽ ഇരിക്കുന്ന, ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ജീവനുള്ള ദൈവം യഹോവയാണെന്ന് സിറിയ വാർത്താ സമ്മേളന അവിടുത്തെ പ്രധാനപ്പെട്ട ക്യാപ്റ്റൻ ഓഫ് ദി ഹോസ്റ്റ്, അവിടുത്തെ ഏറ്റവും വലിയ ക്യാപ്റ്റൻ, മുഴുവൻ ചാനലുകളെ മുമ്പിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ ഇന്ന് മനസ്സിലാവുള്ളൂ. മുഴുവൻ ചാനലുകളെ മുമ്പിൽ വിളിച്ചു നിർത്തി എല്ലാ ക്യാമറയുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ കണ്ടോ എൻ്റെ കൈ സൗഖ്യമായത് കണ്ടോ, എനിക്ക് ലഭിച്ച വിടുതൽ കണ്ടോ, ഈ സൗഖ്യം തന്നത് യഹോവയായ ദൈവമാണ്. ജീവനുള്ളൊരു ദൈവം ഉണ്ടെങ്കിൽ അത് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണെന്ന് ഞാൻ സിറിയയോട് അറിയിക്കുന്നത്. എന്റെ ചോദ്യം, ആ ഒരു ഡിക്ലറേഷൻ, ആ ഒരു ഒറ്റ പ്രഖ്യാപനം ആ രാജ്യത്തെ കുലുക്കിയില്ലേ? അതിനുവേണ്ടി ദൈവം ഉപയോഗിച്ചത് ആരെയാ? അതിനുവേണ്ടി ദൈവം ഉപയോഗിച്ചത് ഒരു റവറൻഡ് ഡോക്ടർ പാസ്റ്ററെ ഒന്നുമല്ല, ഒരു വലിയ പുള്ളിയെ അല്ല, ഹല്ലേലൂയ, ഒരു കൺവെൻഷൻ പ്രസംഗകനെ അല്ല, ഒരു സുപ്രസിദ്ധ ഉണവ് പ്രാസംഗികനെ അല്ല, ഒരു പ്രവാചകനെ അല്ല, വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഒരു വേലക്കാരി പെങ്കൊച്ചിനെ. സുവിശേഷം പറയാൻ തയ്യാറാണോ? കർത്താവിനെ കുറിച്ച് പറയാൻ തയ്യാറാണോ? യേശുവിനെ കുറിച്ച് പറയാൻ തയ്യാറാണോ? അറിഞ്ഞ സത്യം അറിയിക്കാൻ തയ്യാറാണോ? തയ്യാറാണെങ്കിൽ നിന്നിലൂടെ ഈ രാജ്യം ചലിക്കും, നിന്നിലൂടെ ഈ രാജ്യം ചലിക്കും, നിന്നിലൂടെ ഈ രാജ്യം കർത്താവിന്റെ മഹത്വത്തെ അനുഭവിക്കും. നിങ്ങളിലൂടെ ഒരു വലിയ ദൈവപ്രവൃത്തി, ഒരു വലിയ വിടുതൽ ഈ ദേശത്തിന്റെ മേളിൽ പരിശുദ്ധാത്മാവ് അയക്കും. കൈകളടിച്ച് ആത്മാവിൽ ഒന്ന് സ്വീകരിച്ച് കർത്താവേ, ആ പാഷൻ, ആ ഹങ്കർ അവരുടെ അകത്തുണ്ടാകട്ടെ. എന്റെ ജോലി പോകുമോ, എന്റെ വിസ ക്യാൻസൽ ചെയ്യുമോ, ഈ മാഡം എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുവോ, പറഞ്ഞു വിടുവോ എന്ന് വല്ലോ ആ സഹോദരി ചിന്തിച്ചോ? അവളൊന്നും ചിന്തിച്ചില്ല. അവൾക്ക് സൗഖ്യമാക്കുന്ന ദൈവത്തെ അറിയാം, അവൾക്ക് വിടുവിക്കുന്ന ഒരു കർത്താവിനെ അറിയാം. അത് അരമനയ്ക്കകത്തും കൊട്ടാരത്തിനകത്തും ഒളിച്ചു വെക്കാതെ, മുഖം നോക്കാതെ വിളിച്ചു പറയുക. ഇനി എനിക്ക് ആ മാഡത്തിന്റെ ആറ്റിറ്റ്യൂഡാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആ സഹോദരി ഇത് കേട്ട ഉടനെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നയമാന്റെ പെട്ടി പാക്ക് ചെയ്തു. നയമാന് വേണ്ടുന്ന ഡ്രസ്സും നയമാന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും പാക്ക് ചെയ്തു. എന്നിട്ട് വളരെ തന്മയത്വത്തോടെ, അങ്ങനൊന്നും പെട്ടെന്ന് അച്ചാനെ വിളിച്ചാൽ വരികയില്ല, അത് പറയേണ്ട രീതിയിൽ കൃത്യമായി പറഞ്ഞ് നയമാനെ പറഞ്ഞ് അങ്ങ് ശമര്യയിലോട്ട് വിട്ടു. ആ മനുഷ്യൻ അവിടെ ചെന്ന് പ്രവാചകനായ എലീശായെ കണ്ടു. 7 തവണ വെള്ളത്തിൽ മുങ്ങാൻ എലീശ നയമാനോട് ആവശ്യപ്പെട്ടു. 7ാമത്തെ തവണ മുങ്ങിപ്പൊങ്ങി വരുമ്പോൾ ഒരു കുട്ടിയുടെ, ഒരു കുഞ്ഞിന്റെ ശരീരം പോലെ തൻ്റെ ശരീരമായി തീരുകയും സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. നയമാൻ മടങ്ങിയെത്തിയിട്ട് സിറിയ മുഴുവൻ വിളിച്ചു പറഞ്ഞു, ജീവിക്കുന്നൊരു ദൈവം ഉണ്ടെങ്കിൽ അത് യഹോവയായ ദൈവമാണെന്ന്. ഇത്രയും ബന്ധങ്ങളുള്ള ഈ മനുഷ്യൻ, അങ്ങേരുടെ ഫോണിനകത്ത് അന്ന് ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും കോണ്ടാക്റ്റുകളുള്ള മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ കോണ്ടാക്റ്റുകളിൽ താൻ പ്രതീക്ഷിച്ച ഒരു കോണ്ടാക്റ്റ് അല്ല തൻ്റെ സൗഖ്യത്തിനായി ഉതകിയത്, ഒരു ശേഷിപ്പാണ്. തൻ്റെ വീട്ടിൽ താൻ പോലും അറിയാത്ത, തനിക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒന്നാണ്. ഞാൻ നിങ്ങളോട് പ്രവചിക്കുന്നു, പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ, വിശ്വസിക്കുന്നവരൊന്ന് ഏറ്റെടുക്കാനുണ്ടോ? പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ ദൈവം നിങ്ങളെ കരുതും.
പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ ദൈവം നിങ്ങൾക്ക് ഉറവകളെ തുറക്കും. പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ സ്വർഗത്തിന്റെ അത്ഭുതത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കാനിടയാകും. ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള അത്ഭുതത്തിന്റെ സോഴ്സുകൾ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കുകയാണ്. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് അതൊന്ന് ആത്മാവിൽ സ്വീകരിച്ച് അസാധാരണമായ സോഴ്സുകൾ, മിറക്കുലസ് ആയ സോഴ്സുകൾ, നമ്മൾ പ്രതീക്ഷിക്കുന്ന വഴികളിലൂടെ അല്ല ദൈവം നമുക്ക് വേണ്ടി സഞ്ചരിക്കുന്നത്, അൺഎക്സ്പെക്ടഡ് വേസിലൂടെയാ. ഞാൻ ഇന്നലെ പാസ്റ്റർ വീട്ടിലിരുന്ന് രാത്രിയിൽ ഒരു കാര്യം കർത്താവിന്റെ ദാസനോട് പറയുകയായിരുന്നു. അത് ദൈവാത്മാവ് എന്നെ പ്രേരിപ്പിച്ചിട്ടാ പറഞ്ഞത്. ജെറുസലേമിന്റെ മതിൽ പൊളിഞ്ഞു പോയ, തകർന്നു പോയ മതിൽ പണിയാൻ ദൈവം ആരെയാ ഉപയോഗിച്ച ബ്രദറെ? പറ, ബൈബിൾ വായിച്ചവർ പറ. ജെറുസലേമിന്റെ പൊളിഞ്ഞു പോയ മതിലും വാതിലും പണിയാൻ ദൈവം ഉപയോഗിച്ച പ്രവാചകന്റെ പേര് പറ. അതാദ്യം പറയണ്ടായിരുന്നോ? നെഹമ്യാവ്. നെഹമ്യാവിനെ കുറിച്ച് പറയുമ്പം തന്നെ നമ്മുടെ മനസ്സിൽ എന്നാ വരുന്നേ? ജെറുസലേമിന്റെ മതിൽ പണിഞ്ഞ ആള് അല്ലേ? പക്ഷെ നിങ്ങൾക്കൊരു സത്യം അറിയാവോ? ഈ നെഹമ്യാവ് ഇസ്രായേലിലല്ല ജനിച്ചു വളർന്നത്. ശരിക്കും നെഹമ്യാവിന്റെ അപ്പന്മാർ, ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ടോ? അപ്പന്മാർ പ്രവാസ കാലഘട്ടത്തിൽ